പ്ലസ് പി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്ക് സെയിൽസിൽ ഐറ്റം വൈസും ബിൽ വൈസ് റിപ്പോർട്ടും എങ്ങനെ എടുക്കാമെന്ന് കുറിച്ച് നോക്കാം. അതിനുവേണ്ടി ആദ്യം റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ സെയിൽസ് എന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ബിൽ വൈസും ഐറ്റം വൈസും തന്നെ റിപ്പോർട്ട് കാണിക്കും. ആദ്യം ബിൽ വൈസ് എങ്ങനെയാണെന്ന് കുറിച്ച് നമുക്ക് നോക്കാം. ബിൽ വൈസ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണുക. അതിൽ നിങ്ങൾക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. നമ്മൾ നോർമലി എല്ലാ റിപ്പോർട്ടും എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ടുഡേ, മന്ത്, ഇയർ, ഫിനാൻഷ്യൽ പീരീഡ്, ലാസ്റ്റ് ട്രാൻസാക്ഷൻ എന്നീ ഓപ്ഷൻസുകൾ കാണുന്നതായിരിക്കും. അതിൽ ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യാം. ലാസ്റ്റ് ട്രാൻസാക്ഷൻ യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് നമ്മൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ലാസ്റ്റ് അടിച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻ ഡേറ്റ് എന്താണോ അതിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പീരീഡ് തന്നെ നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഏപ്രിൽ ടു നെക്സ്റ്റ് ഇയർ മാർച്ച് വരെ നമ്മൾ കൊടുക്കുന്ന ഫിനാൻഷ്യൽ പീരീഡിൻ്റെ ഓപ്ഷനാണ് ഇവിടെ കാണിക്കുക. ഫിനാൻഷ്യൽ എൻഡിങ് പീരീഡ് ഇയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷത്തെ ഇയറിന് സ്റ്റാർട്ടിംഗ് ആയിരിക്കും കാണിക്കുക. 1-ാം മാസം മുതൽ നമ്മൾ ഡിസംബർ 31 വരെയുള്ള ഡേറ്റ് കാണിക്കും. അതുപോലെ തന്നെ മന്ത്, അത് നമ്മൾ ഈ കറണ്ട് മന്തായിരിക്കും കാണിക്കുക. നമ്മൾ ഏത് മന്തിലാണോ ഉള്ളത് ആ മന്തായിരിക്കും കാണിക്കുക. പിന്നെ ടുഡേ, നമുക്ക് ഈ ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് ഗ്രൂപ്പ്ഡ് ബൈ എന്നാണ് ഓപ്ഷൻ കാണാം. ഇവിടെ ഡേറ്റ് വൈസ് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാം. നിങ്ങൾക്ക് റെഫറൻസ് വൈസ് എടുക്കാം, സൈറ്റ് വൈസ് എടുക്കാം, സെക്ഷൻ വൈസ് എടുക്കാം, ടെർമിനൽ വൈസ് എടുക്കാം, ബിൽ ടൈപ്പ് വൈസ് എടുക്കാം, യൂസർ വൈസ് എടുക്കാം, ഏരിയ വൈസ് എടുക്കാം, സീരിയസ് വൈസ് എടുക്കാം. എ ആണോ ബി ആണോ സീരിയസ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏജൻറ്റ് വൈസ്, സെയിൽസ്മാൻ വൈസ്, പാർട്ടി വൈസ്, ഡേറ്റ് വൈസ് എന്നീ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഡേറ്റ് വൈസ് ആണ്. ഡേറ്റ് വൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണോ അല്ലെങ്കിൽ സമ്മറൈസ് വേണോ എന്നുള്ളതാണ്. അപ്പോൾ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടി വെച്ചാൽ കറക്റ്റ് ആയിട്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് അതുപോലെ നിങ്ങൾക്ക് റിപ്പോർട്ട് വരുന്നതായിരിക്കും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണ്. ഇവിടെ പിന്നെ നിങ്ങൾക്ക് ഫിൽറ്റർ ബൈ എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഫിൽറ്റർ ബൈൻ്റെ അകത്ത് നമുക്ക് ധാരാളം ഓപ്ഷൻസ് കാണാം. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ഫിൽറ്റർ ബൈയിൽ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ്റെ സിംഗിൾ ആയിട്ട്, അതായത് പെർട്ടിക്കുലർ സെയിൽസ്മാൻ്റെ റിപ്പോർട്ട് എടുക്കണം, അല്ലെങ്കിൽ ഒരു പാർട്ടീൻ്റെ ഡീറ്റെയിൽ എടുക്കണം, അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ്റെ റിപ്പോർട്ട് എടുക്കണം, അല്ലെങ്കിൽ ഒരു ഏജൻറ്റിൻ്റെ റിപ്പോർട്ട് എടുക്കണം എന്നീ ആ കാര്യങ്ങൾ നമുക്ക് സുഖമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിൽറ്റർ ബൈ എന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഫിൽറ്റർ വഴി നമുക്ക് 2 എണ്ണം ഉണ്ട്. അതായത് നമ്മളൊരു ഉദാഹരണത്തിന് പറയാച്ചാൽ എക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടി വൈ എന്ന് പറയുന്ന സെയിൽസ്മാൻ എത്ര സെയിൽ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് സുഖമായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. നമ്മളുടെ പാർട്ടീൻ്റെ സെലക്ട് ചെയ്യുകയാണ്. സാധാരണ നമ്മൾ FI അടിച്ച് നമ്മൾ പാർട്ടിയുടെ സെർച്ച് ചെയ്യുന്ന മാതിൽ സെർച്ച് ചെയ്യുക, FI അടിക്കുക. ഇവിടെ ഈ പാർട്ടീൻ്റെ കോഡ് നിങ്ങൾ ഏത് പാർട്ടീനാണോ സിംഗിളായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചാൽ ആ പാർട്ടീൻ്റെ പേര് പറഞ്ഞ് സെർച്ച് ചെയ്തെടുക്കുക. എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ അടുത്ത് നിങ്ങൾക്ക് സെയിൽസ്മാൻ വൈസ് ആണ് അല്ലെങ്കിൽ ഏജൻറ്റ് വൈസ് ആണോ, നിങ്ങൾ എന്താണോ എങ്ങനെയാണോ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ച കാര്യം ഇവിടെ സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് എന്തെങ്കിലും നമ്മൾ വീണ്ടും FI അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏരിയ വൈസ് ആണ് ഏരിയ വൈസ്, അതല്ല സെയിൽസ്മാൻ വൈസ് ആണ് സെയിൽസ്മാൻ വൈസ് എന്നീ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വിക്കായിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളൂ. ഡേറ്റ് വൈസ് ഫിൽറ്റർ ബൈയിൽ പാർട്ടി, നമ്മൾ ഈ ഫിനാൻഷ്യൽ അടിച്ചിരിക്കുക ഈ ഇയറിൽ അടിച്ചിരിക്കുന്ന അവർ ബില്ലുകൾ എനിക്ക് കാണണം. ഞാൻ ഓക്കെ കൊടുക്കുന്ന കൂടി അവർ ഈ വർഷത്തിൽ ഞാൻ അടിച്ചിരിക്കുന്ന എല്ലാ ബില്ലുകളും കണ്ടില്ലേ നമുക്കിവിടെ ഷോ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഡേറ്റിൽ നമ്മൾ അടിച്ചിരിക്കുന്ന എല്ലാ പാർട്ടിയുടെയും ഡീറ്റെയിൽ അല്ല, നമുക്ക് ഡേറ്റിൽ അടിച്ചിരിക്കുന്ന നമ്മൾ പെർട്ടിക്കുലറായിട്ട് ഫിൽറ്റർ ചെയ്തിരിക്കുന്ന കസ്റ്റമർ ഡീറ്റെയിൽ ആണ് വരുന്നത്. അല്ലെങ്കിൽ ഓൾ ഡേറ്റ് ഓളായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പാർട്ടിയുടെ പേര് ഇവിടുന്ന് ഒഴിവാക്കിയതിന് ശേഷം ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഓരോ ഡേറ്റ് വൈസ് ആയുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് ഷോ ചെയ്യും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ വരുന്നത് പാർട്ടി വൈസ്. പാർട്ടി വൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പാർട്ടിക്ക് നിങ്ങൾ ഓരോ ഡേറ്റിൽ സെയിൽ ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെയിൽസ്മാൻ വൈസ് നിങ്ങൾ സെയിൽ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെയിൽസ്മാൻ വൈസ് ഇവിടെ സെയിൽ കാണിക്കും. പിന്നെ ഹാവിങ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഹാവിങ് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്പെഷ്യലായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, ലാസ്റ്റ് ഡിസ്കൗണ്ട്, പെയ്ഡ് എമൗണ്ട്, ടാക്സ് എമൗണ്ട്, IGST, റൗണ്ട് ഓഫ് എന്നീ കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഹാൻഡ്ലിംഗ് കൊടുത്തിരിക്കുന്ന ഒരു ബില്ല് മാത്രം നിങ്ങൾ ഇവിടെ അയച്ചിക്കണം, അല്ലെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്ന ബില്ല് മാത്രം നിങ്ങൾക്ക് ഇവിടെ കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഹാവിങ്ങിലൂടെ നിങ്ങൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ അടിക്കുന്നത് കൂടി ആ വർഷം നിങ്ങൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അടിച്ചിരിക്കുന്ന എല്ലാ ബില്ലുകളും ഇവിടെ ഷോ ചെയ്ത് വരും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. IGST എന്ന ഓപ്ഷൻസ് ഉണ്ട്, ടാക്സ് എമൗണ്ട് ഓപ്ഷൻസ് ഉണ്ട്, പെയ്ഡ് എമൗണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ലാസ്റ്റ് ഡിസ്കൗണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉചിതമായ എന്ത് റിപ്പോർട്ടാണോ ആവശ്യം വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇവിടെ നിന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ക്യാഷ് ഓർ ക്രെഡിറ്റ്, കാർഡ്, ബാങ്ക് എന്നിവ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഷോ ബിൽ ടൈപ്പ് വൈസ് എന്നുള്ളത്. അത് ബിൽ ടൈപ്പ് വൈസ് എന്നുള്ളത് നമുക്ക് എന്താ വെച്ചാൽ ക്യാഷോ ക്രെഡിറ്റോ ഇങ്ങനെ കൊടുത്തത് ബാങ്കിലേക്കാണോ ക്രെഡിറ്റ് ആണോ ക്യാഷ് ആണോ നമുക്കിവിടെ സെപ്പറേറ്റ് ഇവിടെ അഡീഷണൽ ആയിട്ട് ഓപ്ഷൻസ് വരും. നിലവിൽ നമ്മൾ റിപ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് ബിൽ എമൗണ്ട് എന്ന ഓപ്ഷനോടുകൂടി നമുക്ക് അവസാനിക്കും. പിന്നെ നിങ്ങൾക്ക് ആ ക്യാഷ് എത്ര, ക്രെഡിറ്റ് എത്ര, ബാങ്കിലേക്ക് എത്രയായി നിങ്ങൾ ആ ദിവസം നിങ്ങൾക്ക് വന്നേ, അതായത് നിങ്ങൾ എടുക്കുന്ന പർട്ടിക്കുലർ ഡേറ്റിൽ എമൗണ്ടുകൾ ഏതൊക്കെ ബാങ്കിലേക്ക് ക്യാഷിൽ ക്രെഡിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് നമ്മളുടെ ഈ ഓപ്ഷൻ വരുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ ഷോ ഐറ്റം ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതാത് ബില്ലിൻ്റെ അകത്ത് എത്ര ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ
റിപ്പോർട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതാണ് നമ്മൾ ബിൽ വൈസ് റിപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഐറ്റം വൈസ് റിപ്പോർട്ട് എങ്ങനെ എടുക്കാമെന്നുള്ളതിനെ കുറിച്ച് നോക്കാം. റിപ്പോർട്ട് സെയിൽസിൽ ഐറ്റം വൈസ് ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഡേറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച മാതിരി തന്നെ ഇയർ ഡേറ്റ് കാണിച്ചു കൊടുക്കാൻ ഇയർ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ഗ്രൂപ്പ് വൈ ഓപ്ഷൻ വരുന്നുണ്ട്. റെഫറൻസ് ഇവിടെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വരുന്നത് ഐറ്റം നെയിം, കമ്പനി വൈസ്, സെക്ഷൻ വൈസ്, ടാക്സ് ടൈപ്പ് വൈസ്, ഐറ്റം കോഡ് വൈസ്, പ്രൈസ് ടൈപ്പ് വൈസ്, HSM കോഡ് വൈസ്. അതായത് നിങ്ങൾക്ക് ഐറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. സപ്ലയർ വൈസ്, സബ് ഗ്രൂപ്പ് വൈസ്, ഐറ്റം ഗ്രൂപ്പ് വൈസ്, ഏജൻറ്റ് വൈസ്, ഏരിയ വൈസ്, ബിൽ വൈസ്, ബിൽ ടൈപ്പ് വൈസ്, സെയിൽസ്മാൻ വൈസ്, പാർട്ടി വൈസ്, ഡേറ്റ് വൈസ്, ഓഫർ വൈസ്. അതായത് നമ്മൾ ഐറ്റത്തിൻ്റെ അകത്ത് എന്തൊക്കെ ഡീറ്റെയിൽ ആണോ കൊടുക്കുന്നത്. മറ്റേ നമ്മൾ ആദ്യം കാണിച്ചിരിക്കുന്നത് ബിൽ വൈസ് റിപ്പോർട്ടാണ്. അത് നമ്മൾ ബില്ലിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ ആണ് നമുക്കിവിടെ കാണിക്കുക. പക്ഷേ നമ്മൾ ഐറ്റം വൈസ് ഡീറ്റെയിൽ എടുക്കുമ്പോൾ നമുക്ക് ഐറ്റത്തിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അത് കൊടുക്കും. നിങ്ങളിപ്പോൾ ഒരു ഐറ്റം ഗ്രൂപ്പ് വൈസോ ആണോ അല്ലെങ്കിൽ സപ്ലയർ വൈസോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐറ്റത്തിൻ്റെ അകത്ത് നിർബന്ധമായിട്ടും ഗ്രൂപ്പ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ സപ്ലൈ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണം. നിങ്ങൾ ഐറ്റത്തിൻ്റെ അകത്ത് എന്തൊക്കെ ഡീറ്റെയിൽ ആണോ കൊടുത്തിട്ടുള്ളത് അതാണ് നമുക്ക് ഇവിടെ ലിസ്റ്റായിട്ട് വരാം. ഒരു ബില്ലിൻ്റെ അകത്തുള്ള സപ്ലയർ വൈസ് റിപ്പോർട്ട് വേണമെന്ന് വിചാരിക്കുക. നമ്മളൊരു വൈ എന്ന് പറയുന്ന സപ്ലയർ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധിതമായിട്ടും പ്രൊഡക്റ്റിൻ്റെ അകത്ത് ഈ സപ്ലയറുടെ നെയിം നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, സപ്ലയർ വൈസ് എന്ന് പറയുന്ന എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാത് സപ്ലയേഴ്സ് ആരൊക്കെ ആ ബില്ല് വൈസ് റിപ്പോർട്ടിൽ നിങ്ങൾക്ക് കാണിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ്ഡ് വൈ തൊട്ടടുത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇവിടെ നിങ്ങൾ സമ്മറിയാണ് കൊടുക്കുന്നത്. ഈ ഗ്രൂപ്പ്ഡ് വൈ സമ്മറൈസ് ആയിപ്പോവും. അപ്പോൾ നിങ്ങളിവിടെ ഈ ഐറ്റം ലിസ്റ്റഡ് ബൈ എന്ന ഓപ്ഷൻ്റെ അകത്ത് എന്താണോ ഡീറ്റെയിൽ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെയും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. അതല്ല നിങ്ങൾ ഇവിടെ സമ്മറൈസ് ആണ് ചെയ്യുന്നത്, ഈ രണ്ട് സ്ഥലത്ത് സമ്മറൈസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഇവിടെ പോലെ തന്നെ നമുക്കിവിടെ ഫിൽറ്റർ ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഫിൽറ്റർ ബൈൻ്റെ അകത്ത് നിങ്ങൾക്ക് ധാരാളം ഓപ്ഷൻസ് കാണാം. ഇവിടെ ലൊക്കേഷൻ കമ്പനി നമ്മൾ ഗ്രൂപ്പ്ഡ് ബൈൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. പക്ഷെ അത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ പാർട്ടി അല്ലെങ്കിൽ HSM കോഡ് എന്നീ കാര്യങ്ങൾ ഇൻഡിവിജ്വലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ ഫിൽറ്റർ ബൈയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത്, പിന്നെ ട്രാൻസാക്ഷൻ ഫ്രീ ആയിട്ടാണോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് രൂപത്തിലാണോ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ട്രാൻസാക്ഷൻ ഫ്രീ എന്ന ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് വരത്തുള്ളൂ. പിന്നെ ഇവിടെ ഐറ്റം ഓർഡർ ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഐറ്റം ഓർഡർ ബൈ എന്ന് പറയുന്നത് നിങ്ങൾ ക്വാണ്ടിറ്റി വൈസ് ആണോ, അല്ലെങ്കിൽ ഐറ്റം നെയിം വൈസ് ആണോ, അല്ലെങ്കിൽ ഡേറ്റ് വൈസ് ആണോ, അല്ലെങ്കിൽ ലൊക്കേഷൻ വൈസ് ആണോ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ വൈസ് ആണോ നിങ്ങൾക്ക് വരേണ്ടതെന്നുള്ളതാണ്. നമ്മൾ കോമൺ ആയിട്ട് നിങ്ങൾ ഡിഫോൾട്ട് ആയിട്ട് വരാം ക്വാണ്ടിറ്റി വൈസ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ മാറ്റണമെങ്കിൽ അഡീഷണൽ ഓപ്ഷൻ ആയിട്ട് മാറ്റാം. ഞാനിപ്പോൾ ഒരു ഇയറിൻ്റെ വർഷം എടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഐറ്റം ഗ്രൂപ്പ് വൈസ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മളുടെ ഗ്രൂപ്പ്ഡ് വൈയിൽ ഐറ്റം ഗ്രൂപ്പ് എടുക്കുകയാണ്. ഐറ്റം ഗ്രൂപ്പ് നമ്മൾ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ഏതൊക്കെ ഐറ്റംസ് അതാ ദിവസം നമ്മൾ ഏതൊക്കെ സെയിലിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും. ഇവിടെ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് നിങ്ങൾ ഐറ്റം ഗ്രൂപ്പ്. നിങ്ങൾ അതാത് കൊടുത്തിരിക്കുന്ന ഐറ്റം ഗ്രൂപ്പിൻ്റെ കോഡ് ഇവിടെ കാണിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഐറ്റം ഗ്രൂപ്പിൽ ഐറ്റംസ് നിങ്ങൾക്ക് റിപ്പോർട്ട് എടുക്കുമ്പോൾ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധിതമായിട്ടും പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതാത് ഐറ്റത്തിന് നിർബന്ധമായിട്ടും ഗ്രൂപ്പ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന നമ്മൾ ഓരോ ഫിൽറ്റർ ചെയ്യുന്ന ഓരോ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ അകത്ത് നമുക്ക് എന്താണോ ആവശ്യം അതാത് കോളംസ് നിങ്ങൾ നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യണം. നിങ്ങൾ ബിൽ വൈസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ബില്ലിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ എത്രത്തോളം മുഖ്യമാണോ അതുപോലെ തന്നെയാണ് ഐറ്റം വൈസ് എടുക്കുമ്പോൾ ഐറ്റത്തിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലുകൾ നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് സപ്ലയർ വൈസ് എന്ന് പറയുന്ന റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സപ്ലയർ നെയിം ആ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആരാണ് അവർ തരുന്നുള്ളത് നമ്മളോട് ഓപ്ഷൻ പ്രൊഡക്റ്റ് മാസ്റ്ററിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓപ്ഷൻസ് കാണാം. ഗ്രൂപ്പ്, സപ്ലയർ ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ്, കമ്പനി, HSM കോഡ്, ലൊക്കേഷൻ, ഓഫർ. ഇവിടെ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് കൊടുത്താൽ മാത്രമേ നിങ്ങൾ എടുക്കുന്ന റിപ്പോർട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊരു ഡേറ്റ് വൈസ് റിപ്പോർട്ട് എടുക്കാം. ഡേറ്റ് വൈസ് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ സമ്മറൈസ് ആണ് എടുത്തത്. സമ്മറൈസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡേറ്റ്, പ്രൈസ്, MRP, ക്വാണ്ടിറ്റി, എമൗണ്ട്, ഡിസ്കൗണ്ട് എന്നീ കാര്യങ്ങളാണ് കാണുക. നിങ്ങളിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതാത് ഐറ്റത്തിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ഐറ്റത്തിൻ്റെ പേര് നിങ്ങളവിടെ പീസാണോ ഏത് ബില്ലിലാണ് കൊടുത്തിട്ടുള്ളത്, എന്താണ് അതിൻ്റെ പ്രൈസ് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ MRP കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. അതിൻ്റെ ബില്ലിൽ കൊടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി, എമൗണ്ട്, ഡിസ്കൗണ്ട് നിങ്ങൾ ആ ഐറ്റത്തിൻ്റെ അകത്ത് ആ ബില്ലിൻ്റെ അകത്ത് എന്തൊക്കെ ഡീറ്റെയിൽ ആണോ കൊടുത്തിട്ടുള്ളത് അത്രയും കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഐറ്റം വൈസ് റിപ്പോർട്ട് വരുന്നത്.